നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആദ്യം വിറപ്പിച്ചെങ്കിലും ഒടുവിൽ 4ാം വട്ടവും തരൂർ ജയിച്ചു കയറി. 16,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂർ വീണ്ടും തിരുവനന്തപുരം പിടിച്ചത് തീരദേശ മേഖലയുടെ ബലത്തിലാണ്. അതേസമയം വോട്ടെണ്ണൽ കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടന്ന പരാതിയുമായി തരൂർ രംഗത്തെത്തി. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ പേരെടുത്ത് പറഞ്ഞാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. അട്ടിമറി ശ്രമം അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ തന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു കൂട്ടം പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ല. DCC പ്രസിഡന്റ് പാലോട് രവി പ്രചാരണം കൃത്യമായി ഏകോപിപ്പിച്ചില്ല. ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തനിക്ക് വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പരാതിയിൽ തരൂർ ഉന്നയിക്കുന്നു. DCC പ്രസിഡന്റ് പാലോട് രവിയെ കൂടാതെ കോൺഗ്രസിലെ ചില നേതാക്കൾ കൂടി തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണവും തരൂർ ഉയർത്തി. പരാതി ഹൈക്കമാൻഡ് പരിശോധിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിൽ സംഘടനാ വീഴ്ചയുണ്ടായെന്നും തരൂർ ആരോപിക്കുന്നുണ്ട്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത്. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു തരൂർ ലീഡ് നേടിയത്. വോട്ടെണ്ണലിൽ ആദ്യം പുറത്തു വന്നത് തരൂരിന്റെ ലീഡായിരുന്നു, 19 വോട്ട്. എന്നാൽ നിമിഷങ്ങൾക്കകം NDAയുടെ രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്തി. വോട്ടെണ്ണൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തരൂർ 2230 വോട്ടിന്റെ ലീഡ് പിടിച്ചു. വീണ്ടും രാജീവ് ചന്ദ്രശേഖർ. UDF പ്രവർത്തകർക്ക് ആശങ്ക സമ്മാനിച്ച മണിക്കൂറുകളായിരുന്നു പിന്നീട്. ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് മാത്രം. വോട്ടെണ്ണൽ 1.5 മണിക്കൂർ എത്തിയപ്പോൾ പിടിച്ച ലീഡ് ക്രമാനുഗതമായി ഉയർത്തി 12:30 24,000 കടത്തി. എന്നാൽ പിന്നീട് മെല്ലെ കുറഞ്ഞു തുടങ്ങി. ഉച്ചയ്ക്ക് കൃത്യം 1:23 ആദ്യമായി തരൂരിന് ലീഡ്, 192 വോട്ട്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആ കുതിപ്പ് 16,077 വോട്ടിന്റെ ഭൂരിപക്ഷം. 2009-ലും 2019-ലും വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച തരൂർ ആ 2 തിരഞ്ഞെടുപ്പിലും എല്ലാ ഘട്ടത്തിലും ലീഡ് നേടിയിരുന്നു. എന്നാൽ 2014-ൽ O രാജഗോപാലിനെതിരെ മത്സരിച്ച് 15,470 വോട്ടിന് മാത്രം വിജയിച്ച ഘട്ടത്തിൽ അവസാന ഘട്ടം വരെ പിന്നിൽ നിന്ന ശേഷമാണ് തരൂർ വിജയത്തിലെത്തിയത്. BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ശക്തമായ പോരാട്ടത്തെ അവസാന റൗണ്ടിലെ മികവിലാണ് ശശി തരൂർ മറികടന്നത്. ഈ വിജയം തരൂരിന് ഒരു അപൂർവ റെക്കോർഡും നൽകുന്നു. തുടർച്ചയായി 4 തവണ തിരുവനന്തപുരത്തെ MP ആയ ആദ്യത്തെ വ്യക്തി. തിരുവനന്തപുരത്തെ ഹാട്രിക് ജയം നേടിയ A ചാൾസിന് 4ാം അംഗത്തിൽ തോൽവി പിണഞ്ഞു. ഈ ചരിത്രത്തെയാണ് 4ാം വിജയത്തോടെ തരൂർ അപ്രസക്തമാക്കിയത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറയാൻ തരൂരിനെ പ്രാപ്തനാക്കുന്നതാണ് ഈ വിജയം. തിരുവനന്തപുരത്ത് 10 റൗണ്ട് വരെ രാജീവ് ലീഡ് നില ഉയർത്തിയാലും 11ാമത്തെ റൗണ്ട് മുതലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം എന്നതിൽ അന്തിമ വിധി എന്നത് ഉറപ്പായിരുന്നു. ഇതാണ് ഇത്തവണയും സംഭവിച്ചത്. 2014-ൽ 4ാം റൗണ്ട് എണ്ണുമ്പോൾ 10,000 മുകളിലായിരുന്നു NDA സ്ഥാനാർത്ഥിയായിരുന്ന രാജഗോപാലിന്റെ ലീഡ്. എന്നാൽ 11ാമത്തെ റൗണ്ട് മുതൽ ശശി തരൂർ ലീഡ് നില ഉയർത്തുകയും വിജയിച്ചു കയറുകയുമായിരുന്നു. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ വിജയം. 2014-ലും വീണ്ടും തരൂർ ആവർത്തിച്ചു. അങ്ങനെ 2024-ലും തിരുവനന്തപുരത്തിന്റെ MP ആയി ശശി തരൂർ മാറി. താമര വിജയൻ അനുവദിക്കാത്ത നേതാവായി തരൂർ മാറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ തലസ്ഥാനത്തേക്ക് നീങ്ങിയിരുന്നു. തീരമേഖലകളാണ് UDFനെ പിന്തുണച്ചത്. പന്ന്യൻ രവീന്ദ്രൻ LDFന്റെ വോട്ട് വർദ്ധിപ്പിക്കാനായി പാറശാലയും നെയ്യാറ്റിൻകരയും കോവളവും തരൂരിനൊപ്പം നിലയുറപ്പിച്ചു. അപ്പോഴും ഈ മേഖലയിലും രാജീവ് ചന്ദ്രശേഖർ കടന്നുകയറ്റം നടത്തി. വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടായി. ഇതിനെ അതിജീവിച്ച് ജയിക്കാനായത് തരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കൂടിയാണ്. ഇതുവരെ തിരുവനന്തപുരത്ത് നേടിയതിൽ ഏറ്റവും നിർണായകമാണ് ഈ വിജയം.